अच्छा ഇത് തുടരാ ഇത് പിടിച്ച് പയ്യടാ ഞാൻ പിടിച്ച് ഇവന്റെ കാര്യം പണ്ടത്തെ പോലെ തന്നെ പ്രായം വാങ്ങിയിട്ട് ഒരു മാറ്റവും വന്നില്ല നല്ല പണിയുണ്ട് നല്ല പണി ഇതേത് ചെടി ഇത് പിങ്കിടാ പിങ്കി ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെടി കാണുന്നത് കേട്ടാ ഇത് മണി പ്ലാന്റ് അല്ല അത് വേറെ ഏട് എനക്കറിയാം ചേട്ടന്റെ അവിടെ ഇതില്ല ഇത് കവുങ്ങ് അല്ല ഇത് വേറെ ആണ്ടി എവിടെ കൊണ്ടുവന്നടാ പേരൊക്കെ ഇല്ലേടാ പേരൊക്കെ അവിടെ ഉണ്ടാ അയ്യോ മാവ് ഇത് നിറയെ പണിയുണ്ട് കേട്ടാ ചേട്ടന്റെ അവിടെ ഒണ്ണില്ലായിരുന്നു ഇവിടെ എല്ലാം നിറയെ പണിയുണ്ട് കട്ടടി മരം ഉണ്ടല്ലോ കട്ടടി ചെറിയ കട്ടടി മരമല്ല അത് കാട്ടുവരമ്പ് ആടിക്കോളും ഓ അയ്യോ ഇതേത് മരം അത് പേരില്ലാട്ട മരം പണി അപ്പൊ തുടങ്ങാം ഹെഡ്സെറ്റ് നിക്ക് ബാഗേഡ് ഹെഡ്സെറ്റ് വേണം എടേ ഹെഡ്സെറ്റ് ഉണ്ടെങ്കിലല്ലേ കാര്യം നടക്കൂ ഹെഡ്സെറ്റ് വേണ്ടേ ഞാൻ പാപ്പ ഉപയോഗിക്കാം ഞാൻ പോട്ടെ ഞാൻ പോട്ടാ നീ പോണാ നീ പൊക്കോ ഞാൻ നോക്കോളാം വെള്ളം വരണം വെള്ളം ഇതടാ എവിടെ പോയി എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഞാൻ വെച്ചെടുത്ത് കിട്ടാത്തൊരു വീട് പിള്ളേരെ സഹായത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള സകല സാധനം അപ്പുറത്തെ പറമ്പിൽ കൊണ്ടിട്ട് രണ്ടെണ്ണം നീ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റൂല മണി മാഡം ചോറായ 2 മണിക്കെങ്കിലും ആവോ 2:30 വല്ല കുഴപ്പമുണ്ടോ ഏയ് മുൻകോപക്കാരി നല്ല മഴ മണി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ അപ്പൊ നിങ്ങൾ ഉണക്ക പഴയ പാട്ട് കൊണ്ടുവരും മിണ്ടി പോരുത് ഉണക്കപ്പാട്ടാ എടി പണ്ടേ നമ്മുടെ വീട്ടില് റേഡിയോ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് കൊച്ചേട്ടന്റെ വീട്ടിൽ പോകും ആറ്റിങ്കര കൊച്ചേട്ടന്റെ അവിടെ പോയി പാട്ട് കേൾക്കും പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കൊച്ചേട്ടൻ ചോദിക്കും കട്ടൻ കറക്റ്റ് ഇവനെങ്ങനെ അറിയാം കുടിക്കാൻ കട്ടൻ ചേച്ചി ഉണ്ടാക്കി വെച്ചതാ കുടിച്ചു പുറത്ത് നല്ല മഴ ചൂടണ്ടേ ഇപ്പൊ ഒഴിച്ചോളൂ താത്ത കിട്ടോ എന്തിന് ഇങ്ങനെ ഗട്ടിട്ടേ വെള്ളം ഒടിക്കാൻ ഈ മഴയത്താ ചെടിക്ക് വെള്ളം ഒഴിക്കല്ലേ മഴയത്ത് ടാർപ്പ് കെട്ടി വെള്ളം ഒഴിക്കാൻ അപ്പൊ വെള്ളം ഒഴിക്കണ്ടേ വേണ്ട മഴ കഴിഞ്ഞിട്ട് അങ്ങനെ കൊച്ചേട്ടൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോ വിളിക്കും കുട്ടാന്ന് കുട്ട വേണം പോച്ച പറിക്കാൻ കുട്ട വേണം ചേച്ചി എന്റെ പ്രേംചന്ദേ അവിടെ എവിടെയെങ്കിലും കാണും കുട്ട പിള്ളേർക്ക് ചോദിക്കും സാധനങ്ങള് എന്തായിരുന്നു കൊച്ചേട്ടന്റെ അടുത്തൊക്കെ നല്ല രസമായിരുന്നു ആളുണ്ടോ പഴംപുരാണ് നീ പാടി നിനക്കൊല്ല അറിയുമ്പോ പാട്ടും റേഡിയോ ഇത് തന്നെയായിരുന്നു കൊച്ചേട്ടന്റെ ജീവിതം വയസ്സായി ഇപ്പൊ കാണുമെന്തോ ഒരു ദിവസം പോയി നോക്കണം വിളിച്ചു നോക്കാനാണ് നമ്പരില്ല അയ്യോ എന്റെ ഫോൺ റൂമിലാണ് രാംകുമാർ സാർ വിളിച്ചു കാണും ചിലപ്പോ രാംകുമാർ സാറ് ഇന്നലെയും ഭയങ്കര രാംകുമാർ സാറിനെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ അയ്യോ എന്റെ അച്ഛന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം രാംചന്ദ് ഇതാ ഇത് രാംചന്ദ് അല്ല രാംകുമാർ സാർ എന്റെ ഓഫീസർ ഓ സോറി ശരി ചേച്ചി എല്ലാം കൊള്ളാം ഇവിടെയുള്ള ഒരു സാധനവും കാണില്ല ഇവിടുത്തെ സാധനങ്ങൾ എടുത്തോണ്ട് റൂമിൽ വെച്ച ഇനിയിപ്പം ഉരുളയ്ക്ക് പേര്